ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. യാത്രക്കാരുടെ തിരക്കനുസരിച്ച് യാത്രാക്കൂലി കൂട്ടാനും കുറയ്ക്കാനുമുള്ള തീരുമാനവുമായി KSRTC അന്തർ സംസ്ഥാന പാതകളിലാണ് ആദ്യഘട്ടം നടപ്പിലാക്കിയത്. യാത്രക്കാരുടെ തിരക്കനുസരിച്ച് യാത്രാക്കൂലി നിശ്ചയിച്ചിരിക്കുകയാണ് KSRTC. അന്തർ സംസ്ഥാന പാതകളിലാണ് ആദ്യഘട്ടത്തിൽ ഇത് നടപ്പായത്. ഓരോ ബസ്സിലെയും ബുക്കിംഗ് നിരീക്ഷിച്ചാവും നിരക്ക് നിശ്ചയിക്കുക. യാത്രക്കാരെ കൊള്ളയടിക്കാൻ സ്വകാര്യ ബസ്സുകാർ ഉപയോഗിച്ചിരുന്ന ഡൈനാമിക് റിയൽ ടൈം ഫ്ലെക്സി ഫെയർ എന്ന സംവിധാനമാണ് KSRTCയും നടപ്പിലാക്കുന്നത്. KSRTC ഭരണസമിതി പദ്ധതിക്ക് അനുമതി നൽകി. ഡിസംബർ 25-26 ദിവസങ്ങൾ 2300 രൂപ നിശ്ചയിച്ചിരുന്ന പുതിയ വോൾവോ സ്ലീപ്പർ ബസ് തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുവിലേക്ക് 1400 രൂപയാണ് ഈടാക്കിയത്. അവസാന ദിവസമാണ് മുൻ നിശ്ചയിച്ച നിരക്കായ 2300 രൂപ കുറച്ചത്. 4 യാത്രക്കാർ മാത്രമാണ് ഉയർന്ന നിരക്കിൽ ടിക്കറ്റ് എടുത്തിരുന്നത്. തിരക്ക് കുറവായതിനാൽ സ്വകാര്യ ബസ്സുകാർ നിരക്ക് കുറച്ചതാണ് KSRTCയെ ബാധിച്ചത്. ഇത് മനസ്സിലാക്കി നിരക്ക് കുറച്ചതോടെ അവസാന മണിക്കൂറിൽ 39 യാത്രക്കാരെ KSRTCക്ക് ലഭിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രെയിൻ ടിക്കറ്റ് മുൻകൂട്ടി റിസർവ് ചെയ്യുന്നവർക്ക് ആധാർ വെരിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഇനി മുതൽ പ്രയാസം നേരിടും. അഡ്വാൻസ് റിസർവേഷൻ പീരീഡിൻ്റെ ആദ്യ ദിവസം ടിക്കറ്റ് റിസർവ് ചെയ്യാൻ ഇന്നു മുതൽ ഉച്ചവരെ കാത്തിരിക്കേണ്ടി വരും. ഇന്നു മുതൽ അഡ്വാൻസ് റിസർവേഷൻ പീരീഡിന്റെ ആദ്യ ദിനത്തിൽ 4 മണിക്കൂർ നേരം കാത്തിരിക്കേണ്ടി വരും. റിസർവേഷൻ തുറക്കുന്ന ആദ്യ 4 മണിക്കൂർ ആധാർ വെരിഫൈഡ് യൂസേഴ്സിന് മാത്രമുള്ളതാണ്. നിലവിൽ ട്രെയിൻ പുറപ്പെടുന്ന ദിവസത്തിന്റെ 60 ദിവസം മുമ്പ് മുതൽക്കാണ് ARP തുടങ്ങുന്നത്. ഇതിന്റെ ആദ്യ ദിവസത്തിൽ ആദ്യ 4 മണിക്കൂറുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയത്. രാവിലെ 8 മണി മുതൽ 12 മണി വരെ ആധാർ വെരിഫിക്കേഷൻ നടത്താത്തവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകില്ല. ഇന്നു മുതലാണ് ഈ മാറ്റം. ആധാർ വെരിഫിക്കേഷനുള്ള IRCTC ഉപഭോക്താക്കൾക്ക് മറ്റുള്ളവരെക്കാൾ നേരത്തെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം നേരത്തെ തന്നെ നടപ്പാക്കിയിരുന്നതാണ്. ജനറൽ റിസർവേഷൻ തുറക്കുന്ന ആദ്യ 15 മിനിറ്റിൽ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമായിരുന്നു. പിന്നീട് ഇത് രാവിലെ 8 മുതൽ 10 വരെയാക്കി. ഇതാണ് ഇപ്പോൾ 4 മണിക്കൂറായി ഉയർത്തിയത്. വരും ദിവസങ്ങളിലായി ആധാർ വെരിഫിക്കേഷൻ ഇല്ലാത്തവരുടെ കാത്തിരിപ്പ് ARPയുടെ ആദ്യ ദിനത്തിൽ രാത്രി 12 മണിവരെയായി ഉയർത്താനാണ് നീക്കം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നബാർഡ് 2025-26 വർഷത്തേക്കുള്ള യങ് പ്രൊഫഷണൽ പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. 2026 ജനുവരി 12 വരെ അപേക്ഷിക്കാം. 21-30 ഇടയിൽ പ്രായമുള്ളവർക്ക് പ്രതിമാസം 70,000 രൂപ സ്റ്റൈപ്പൻഡോടെ 1 വർഷത്തെ നിയമനത്തിന് അവസരം. തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പ്രകടനമനുസരിച്ച് ഇത് 3 വർഷം വരെ നീട്ടിക്കിട്ടാനും ഇടയുണ്ട്. വിവിധ വിഷയങ്ങളിൽ ആകെ 44 ഒഴിവുകളാണുള്ളത്. ക്ലൈമറ്റ് ആക്ഷൻ, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, പബ്ലിക് റിലേഷൻസ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ഒഴിവുകളുണ്ട്. മുംബൈയിലെ നബാർഡ് ഹെഡ് ഓഫീസിലും രാജ്യത്തെ റീജിയണൽ ഓഫീസുകളിലുമായാണ് നിയമനം ഉണ്ടാവുക.